കൊല്ലം അഞ്ചൽ ആർച്ചറിൽ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബുള്ളറ്റ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചു. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ സ്വദേശി വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചത്. സാമൂഹ്യവിരുദ്ധ സംഘത്തിന്റെ ഭീഷണിക്കത്തും സമീപത്തു നിന്നും വീട്ടുകാർക്ക് ലഭിച്ചു. കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്തിരുന്ന വിവേകിന്റെ ബുള്ളറ്റ് കത്തുന്നത്. വീട്ടുകാർ ജനൽ വഴി കണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങി തീ അണയ്ക്കുകയായിരുന്നു. വീടിന്റെ സിറ്റൗട്ടിൽ നിന്നും സാമൂഹ്യവിരുദ്ധ സംഘം വിവേകിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കത്തും വീട്ടുകാർക്ക് ലഭിച്ചു. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന സിറ്റൗട്ടിന്റെ പടികളിൽ കരിയോയിൽ ഒഴിച്ചാണ് സാമൂഹ്യവിരുദ്ധ സംഘം മടങ്ങിയത്. ഇതിൽ ചവിട്ടി വിവേകും വീട്ടുകാരും വീഴുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ വന്ന് മോൻ 5 പോയിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ 10 മണിയായപ്പോഴത്തേന് കിടന്നുറങ്ങി. ഈ ഒരു ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ടാണ് ഇന്നലെ ഉറങ്ങുന്നത്, അറിഞ്ഞില്ല പാളി തുറന്ന് കിടന്നത്. അങ്ങനെ രാത്രി ഒരു 12 കൂടി ഈ ടയർ ഞങ്ങൾ വെളിയിറങ്ങി നോക്കിയപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇതുകൊണ്ട് മോൻ വെളിയിറങ്ങി നോക്കിയപ്പം വണ്ടി ബുള്ളറ്റ് കത്തിക്കൊണ്ടിരിക്കുക, ടയർ രണ്ടും കത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്നേരം വെള്ളം ഒഴിച്ച്, പൈപ്പൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു, വെള്ളം ഒഴിച്ച് ഞങ്ങൾ തീ അണച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഓയിൽ ഒഴിച്ചിരുന്നേ. ഞങ്ങൾ 3 പേരും മറിഞ്ഞു വീണ്. ഞങ്ങൾ മറിഞ്ഞു വീഴാൻ വേണ്ടി മനഃപൂർവ്വം ഓയിൽ ഒഴിച്ചിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും മറിഞ്ഞു വീണ്. എൻ്റെ ഇവിടെ ചെറിയ ഇതൊക്കെ പറ്റി. അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് തടവി. ഇനി ആസ്പത്രിയിൽ പാമ്പ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രാവിലെയാണ് ഈ ഭീഷണിക്കത്ത് ഇതിൻ്റെ മേളിൽ നിന്ന് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അത് രാത്രി കണ്ടില്ലായിരുന്നു, രാവിലെ കണ്ടത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടി എന്തുവെന്ന് വെച്ചാൽ മേലുദ്യോഗസ്ഥർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി വിവേകിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുനലൂർ SP ഡോക്ടർ അപർണ സംഭവസ്ഥലം സന്ദർശിച്ചു.